അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മൂന്നാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിലെ 8ാമത്തെ പാഠമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇലൽ ഹദീഖ, പൂന്തോട്ടത്തിലേക്ക്, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പാഠത്തിൽ കളറുകളുടെ പേരുകളാണ് പഠിക്കാനുള്ളത്. ഇവിടെ ചുവപ്പ് കളറിൽ കൊടുത്തിട്ടുള്ള വാക്കുകളും അതിൻ്റെ അർത്ഥമാണ് പ്രധാനമായിട്ട് പഠിക്കേണ്ടത്. അസ്വദ്, അബിയല്, അസ്ഫർ, അസ്റഖ്. 1 2 3 4. അടുത്തത് അഹ്മർ, അഹ്ലർ. അഹ്മർ, അഹ്ലർ. അപ്പം എത്ര? 6 കളറുകളുടെ പേരുകളാണ് പഠിക്കേണ്ടത്. ആ അറബിയും അതിൻ്റെ അർത്ഥവും നിർബന്ധമായും കാണാതെ പഠിക്കണം. അസ്വദ് എന്ന് പറഞ്ഞാൽ കറുപ്പ്, അബിയൽ എന്ന് പറഞ്ഞാൽ വെളുപ്പ്. അപ്പോൾ കറുപ്പിന്റെ ഓപ്പോസിറ്റ് ആണ് വെളുപ്പ്. അപ്പോൾ നമുക്ക് രണ്ടും ഒരുമിച്ച് പഠിക്കാം. കറുപ്പ്, വെളുപ്പ്. അബിയൽ, അസ്വദ്. അസ്വദ്, അബിയൽ. അസ്വദ്, അബിയൽ. അസ്വദ്, അബിയൽ. അസ്വദ് കറുപ്പ്, അബിയൽ വെളുപ്പ്. അസ്വദ് കറുപ്പ്, അബിയൽ വെളുപ്പ്. അസ്ഫർ, അസ്റഖ്. അസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? മഞ്ഞ. അസ്റഖ് പറഞ്ഞാൽ നീല. മഞ്ഞക്കിളി കണ്ടോ? മഞ്ഞക്കിളി. നീല കിളിയെ കണ്ടോ? അല്ല, നീലപ്പൂവിനെ കണ്ടോ? അപ്പോൾ അസ്ഫർ, അസ്റഖ്. അടുത്തത് അഹ്മർ, അഹ്ലർ. അഹ്മർ, അഹ്ലർ. അഹ്മർ എന്ന് പറഞ്ഞാൽ ചുവപ്പ്, അഹ്ലർ പറഞ്ഞാൽ പച്ച. അപ്പം നമുക്കിവിടെ അർത്ഥങ്ങൾ ജോഡിയാക്കി പഠിക്കാം. കറുപ്പ്, വെളുപ്പ്. ചുവപ്പ്, പച്ച. അല്ലേ? ഇപ്പൊ 4 അങ്ങനെ തന്നെ പഠിച്ചു. കറുപ്പിന് എന്താ പറയുക? അസ്വദ്. വെളുപ്പിന് എന്താ പറയുക? അബിയല്. പിന്നെ പച്ചക്ക് എന്താ പറയുക? അഹ്ലർ. പിന്നെ ചുവപ്പിന് എന്താ പറയുക? അഹ്മർ. അപ്പോൾ കറുപ്പ്, വെളുപ്പ്, ചുവപ്പ്, പച്ച. ഇനി 2 ബാക്കിയുള്ളത്. ഒന്ന് മഞ്ഞ. മഞ്ഞക്ക് എന്താ പറയാ? അസ്ഫർ. പിന്നെ നീലക്ക് എന്താ പറയാ? അസ്റഖ്. ഇവിടെ എല്ലാ കളറിന്റെയും തുടക്കത്തിൽ ആ ഉണ്ട് അല്ലേ? എല്ലാത്തിലും ആ അല്ലേ? അബിയൽ, അസ്വദ്, അസ്റഖ്, അങ്ങനെ എല്ലാത്തിലും ആ ആണ്. പിന്നെ കറുപ്പാകുമ്പോ അസ്വദ്, വെളുപ്പാകുമ്പോ അബിയൽ, പിന്നെ പച്ചയാകുമ്പോ അഹ്ലർ, പിന്നെ ചുവപ്പാകുമ്പോ അഹ്മർ, അസ്റഖ്, അസ്ഫർ. റഹല ഷബീറുൻ മഅ സദീഖിഹി അനീസിൻ ഫി യൗമിൽ അഹദ്. ഇതിൽ ഏതൊക്കെ അർത്ഥം നമുക്കറിയും? യൗമുൽ അഹദിന്റെ അർത്ഥം നമുക്കറിയാം അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചതാണ്. യൗമുൽ അഹദ് എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയാണ്. പിന്നെ ഇവിടെ ഷബീർ ഉണ്ട്, അനീസ് ഉണ്ട്. 2 ആളെ പേരുണ്ട്. അപ്പൊ ഷബീറും അവന്റെ കൂട്ടുകാരൻ അനീസും ഞായറാഴ്ച എന്തായി? പോയി. എവിടേക്ക്? ഇലൽ ഹദീഖ, പൂന്തോട്ടത്തിലേക്ക് അല്ലെങ്കിൽ പാർക്കിലേക്ക്. വജറ ബൈനഹുമ ഹിവാറുൻ, അവർക്കിടയിൽ ഒരു സംഭാഷണം നടന്നു. ഷബീറും ഉണ്ട്, അനീസും ഉണ്ട് അല്ലേ? ഷബീർ എന്താ ചോദിക്കണേ? ഹൽ തറാ തിൽക ഷജറ. ഷജറ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം മരാണ്. അപ്പൊ തിൽക്ക പറഞ്ഞാൽ അത്. അപ്പൊ ഹൽ തറ എന്ന് പറഞ്ഞാൽ നീ കണ്ടോ? ആ മരം നീ കണ്ടോ? അലൈഹ ഖുറാബുൻ. അപ്പൊ ഈ പേരുകൾ നിങ്ങൾ കാണാതെ പഠിക്കണം കേട്ടോ. അതായത് കുറച്ച് പക്ഷികളെ പേര് ഇവിടെ പഠിക്കണം. ഖുറാബ് പറഞ്ഞ കാക്ക. കാക്കന്റെ കളർ എല്ലാവർക്കും അറിയാം, കറുപ്പാണെന്നുള്ളത്. അപ്പൊ കറുപ്പിന് എന്താ അറബി പറയാ? അസ്വദ്. അപ്പോ ഖുറാബുൻ അസ്വദുൻ. ഖുറാബുൻ അബിയദ് എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. ഖുറാബുൻ അസ്വദ്. അപ്പോ നമുക്ക് പരീക്ഷയ്ക്ക് പൂരിപ്പിക്കാൻ ഖുറാബുൻ ഡാഷ് വന്നാൽ അസ്വദ്, അബിയദ്, അഹ്മറൊക്കെ ഉണ്ടാവും. അതിന് ഖുറാബിന്റെ അർത്ഥം അറിഞ്ഞാലേ നമുക്ക് അവിടെ അസ്വദാണ് ചേർക്കേണ്ടത് മനസ്സിലാവുള്ളൂ. അസ്വദ് നമുക്കറിയാം. അസ്വദ് പറഞ്ഞാൽ കറുപ്പാണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ ഖുറാബിന്റെ അർത്ഥം അറിയില്ലെങ്കിൽ പ്രശ്നമാവും. അപ്പൊ ഖുറാബ് എന്ന് പറഞ്ഞാൽ കറുപ്പ്, കാക്ക. അസ്വദ് പറഞ്ഞാൽ കറുപ്പ്. ലക്ക് ലക്കുൻ അബിയൽ. ലക്ക് ലക്ക് നമ്മൾ നേരത്തെ പഠിച്ചാണ്. കൊക്ക്. ഇതാ കൊക്ക് കണ്ടില്ലേ? വെളുത്ത കൊക്ക്. അജബനി ദാലിക്കൽ മൻദർ. ആ സീന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നർത്ഥം. എന്നിട്ട് അനീസ് നഅം ബൽ അജബനി ഹാദ ത്വാഇർ അൽ അസ്ഫർ. എനിക്ക് ഈ മഞ്ഞക്കിളിയെ ഇഷ്ടപ്പെട്ടു. എവിടെ മഞ്ഞക്കിളി? എവിടെ? ഇതാ ഇവിടെ കണ്ടില്ലേ മഞ്ഞക്കിളി. അപ്പോ ഇവിടെ ത്വാഇർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം പഠിക്കണം. ത്വാഇർ പറഞ്ഞാൽ കിളി, അസ്ഫർ പറഞ്ഞാൽ മഞ്ഞക്കിളി. വദാലിക സഹറുൽ അസ്റഖ്. സഹർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ പൂവാണ്. അസ്റഖ് പറഞ്ഞാൽ നീല.
അടുത്തത് ഷബീർ ഉന്നുർ നോക്കൂ, റഅയ്തു തമാത്തിമ തക്കാളി ടൊമാറ്റോ, അഹ്മർ ടൊമാറ്റോന്റെ കളർ എല്ലാവർക്കും അറിയാം ചുവപ്പാണ്, വബാമിയ അഹ്ലർ ബാമിയ പറഞ്ഞ വെണ്ട, അത് നമുക്കറിയാം അല്ലെ, നേരത്തെ പഠിച്ചതാണ്. അഹ്ലർ പറഞ്ഞ പച്ച. ഹാദിഹി അൽവാന് മുഖ്തലിഫ ഇതൊക്കെ വ്യത്യസ്തമായ കളറുകളാണ്. അനീസ് കുല്ലുഗാമിൻ അജായിബി ഖൽക്കില്ലാഹി തആല എല്ലാം അള്ളാന്റെ അത്ഭുതാണ്. അലൈന അൻ നഷ്കുർ അല്ലാഹ ശുക്റൻ ലില്ലാ നമുക്ക് അള്ളാഹുവിന് ശുക്ർ ചെയ്യണം, നന്ദി ചെയ്യണം. അപ്പൊ ഇത് പരീക്ഷയ്ക്ക് വരും. കൂബുൻ അബിയല് അസ്വദ് അഹ്ലർ ഏതാ തിരഞ്ഞെടുക്കേണ്ടത്? കൂബ് പറഞ്ഞ കപ്പ്, വെളുത്ത കപ്പ് അല്ലെ. ഖമീസുൻ അസ്വദ് കറുത്ത കുപ്പായം. വറക്കുൻ അഹ്ലർ വറക്ക് എന്ന് പറഞ്ഞ ഇല കേട്ടോ, അപ്പൊ പച്ച ഇല. ബഹറുൻ അസ്റഖ് ബഹർ പറഞ്ഞ കടല്, നീലക്കടല്. മൗസുൻ അസ്ഫർ പറഞ്ഞ മൗസ് പറഞ്ഞ പഴം, അപ്പൊ മഞ്ഞപ്പഴം. തുഫാഹൻ അഹ്മർ ചുവപ്പ് ആപ്പിള്. അപ്പൊ ഈ വാക്കിന്റെ അർത്ഥം പഠിച്ചാലേ നമുക്ക് കളർ മാച്ച് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ആപ്പിൾ ഏതാ കളർ ഉണ്ടാവുക? ആപ്പിൾ ചുവപ്പാണ്, അപ്പൊ നമ്മൾ അഹ്മർ എഴുതണം. അങ്ങനെ ഇനി നമുക്ക് ഈ വാർഷിക പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള 2 ചോദ്യങ്ങളുണ്ട്. അതായത് അറബി തന്നിട്ട് അതിന്റെ അർത്ഥം എഴുതാനും അർത്ഥം തന്നിട്ട് അറബി എഴുതാനും 2 ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാം. കാരണം ഒരു കൊല്ലം പൂർത്തിയാവാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് 2ാം ക്ലാസ് 3ാം ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് എത്രത്തോളം ഒരു അറബി മലയാളം പറയാം, അതിൻ്റെ മലയാളം കിട്ടുന്നുണ്ട്, അതുപോലെ നിങ്ങൾക്ക് ഒരു മലയാളം കിട്ടിയാൽ അത് അറബി പറയാൻ കഴിയോ എന്നൊക്കെ നോക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് നന്നായി പഠിക്കാം. കലമുൻ അഹ്മർ കലമിൻ്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം പേന. അഹ്മർ പറഞ്ഞാൽ ചുവപ്പ്, അപ്പോൾ എന്താ അർത്ഥം? ചുവന്ന പേന അല്ലെങ്കിൽ ചുവപ്പ് പേന. അങ്ങനെ ഇവിടെ എഴുതണം. മലയാളത്തിൽ എഴുതാൻ പറ്റില്ല, നമ്മൾ അറബി മലയാളത്തിൽ എഴുതണം. അടുത്ത് മാഞ്ച അഹ്ലർ മാഞ്ച എന്ന് പറഞ്ഞാൽ മാങ്ങയാണ്, അഹ്ലർ പറഞ്ഞാൽ പച്ചമാങ്ങ. റഅയ്തു ഫീലൻ അസ്വദ അസ്വദിന്റെ അർത്ഥം നമുക്കറിയാം എന്താണ്? അസ്വദിന്റെ അർത്ഥം കറുപ്പാണ്. അപ്പൊ കറുപ്പ് ഖുറാബി നമ്മൾ പഠിച്ചിട്ടുണ്ട്, കറുപ്പ് ആന ഉണ്ട് അല്ലേ. അപ്പോ കറുത്ത ആനയെ ഞാൻ കണ്ടു എന്നാണ് ഇവിടെ പറയുന്നത്. റഅയ്തു ഫീലൻ അസ്വദ. അജബനി ദാലിക ത്വായിർ ആ ത്വായിർ ആ പക്ഷി എന്നെ അത്ഭുതപ്പെടുത്തി, അല്ലെങ്കിൽ ആ പക്ഷി എനിക്ക് ഇഷ്ടപ്പെട്ടു, രണ്ടും പറയാം. ആ പക്ഷി എന്നെ അത്ഭുതപ്പെടുത്തി. അടുത്തത് ഞാൻ കറുത്ത പൂച്ചയെ കണ്ടു. എങ്ങനെ അറബി പറയാ? ഞാൻ കറുത്ത പൂച്ചയെ കണ്ടു. റഅയ്തു ഖിത്തൻ അസ്വദ. അപ്പോ ഞാൻ കണ്ടു എന്നുള്ളതിന് നമ്മൾ പഠിക്കണം. ഞാൻ കണ്ടു എന്നുള്ളതിന്റെ അറബി എന്താ? റഅയ്തു. കണ്ടില്ലേ, ഇതാണ് റഅയ്തു പറഞ്ഞാൽ ഞാൻ കണ്ടു. അപ്പൊ റഅയ്തു ഖിത്തൻ അസ്വദ. അടുത്ത ഷബീർ വെള്ളക്കുപ്പായം ധരിച്ചു. അപ്പൊ ധരിച്ചു എന്നുള്ളതിന് എന്താ പറയാ? ലബിസ. ലബിസ ലബിസ ഷബീറുൻ ഖമീസൻ അബിയള. ലബിസ ഷബീറുൻ ഖമീസൻ അബിയള. ചുവന്ന പേന ഇഷ്ടമായി. അഹ്ബബ്തു കലമൻ അഹ്മറ. അഹ്ബബ്തു എനിക്കിഷ്ടമായി എന്നുള്ളതിന് അഹ്ബബ്തു. കലമൻ അഹ്മറ ചുവന്ന പേന. അപ്പൊ ഇത് നന്നായി പഠിക്കണം നിങ്ങൾ കേട്ടോ. ആയജബിനെ അല്ല ഇവിടെ വേണ്ടത്, എനിക്ക് ഇഷ്ടമായി എന്നുള്ളതിന് അഹ്ബബ്തു ആണ് ഏറ്റവും നല്ലത് കേട്ടോ. അടുത്തത് അപ്പൊ ഇവിടെ പൂവുണ്ട് അല്ലെ, ചുവന്ന പൂവുണ്ട്. തത്ത പച്ച, കറുത്ത പൂച്ചുണ്ട്, പിന്നെ കുതിര, വെള്ള കുതിര ഉണ്ട്, നീല പേനുണ്ട്, മഞ്ഞ പക്ഷിയുണ്ട്. അപ്പൊ നിങ്ങൾ പറ ഏതിനോട് മാച്ച് ചെയ്യണം, വേഗം പറ. അപ്പൊ ഇതില് ചുവപ്പ് എവിടെ നോക്കുക? അഹ്മർ എവിടെ? ഇതാ. അപ്പൊ സഹറുൻ അഹ്മർ. അടുത്തത് ഖിത്തുൻ അസ്വദ്. ഖിത്തുൻ അസ്വദ്. അസ്വദ് കറുപ്പല്ലേ, ഇതാ ഖിത്തുൻ അസ്വദ്. അടുത്ത കലമുൻ അസ്റഖ്. അതെവിടെ? ഇതാ കലമുൻ അസ്റഖ്. അടുത്ത ഹിസാനുൻ അബിയൽ. വെളുത്തത്, അതാ ഹിസാൻ അബിയൽ, വെളുത്ത കുതിര. അസ്ഫർ പറഞ്ഞ ഏതാണ്? മഞ്ഞ. അപ്പൊ ഇത് ത്വായിറുൻ അസ്ഫർ. അഹ്ലർ പറഞ്ഞ പച്ച, ഇതല്ല പച്ച, അപ്പൊ ബബുആഉൻ അഹ്ലർ. അപ്പൊ ഇത് നിങ്ങള് ഇതിന്റെ അർത്ഥം പഠിച്ച ആളുകളാണെങ്കിൽ, ഈ 6 കളറിന്റെ അർത്ഥം പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നമല്ല. നിങ്ങൾക്ക് ഇതിന്റെ അർത്ഥം ഒന്നും അറിയണമെന്നില്ല, ഹിസാനിന്റെ അർത്ഥമോ ത്വായിറിന്റെ അർത്ഥം ഒന്നും അറിയണമെന്നില്ല. കാരണം കളർ നോക്കിയാൽ മതിയല്ലോ. അടുത്തത് തദ്രീബാത്തിലുള്ള ചോദ്യങ്ങൾ നന്നായി പഠിക്കണം എല്ലാവരും കേട്ടോ. ഉള്ളുർ ഹാദാ അഹ്മർ.
അഹ്മർ പറഞ്ഞാൽ എന്താണ്? ചുവപ്പാണ്. അപ്പൊ ഇതിൽ ഏതാണ് ചുവപ്പ് വരിക നോക്കിയാൽ മതി. ഖിയാറ്, സൂമ്, തൊമാത്തിം. ഏതാണ്? സൂമ് പറഞ്ഞ ഉള്ളിയാണ്, ഖിയാർ പറഞ്ഞ കക്കരി. അപ്പൊ ഏതാണ്? തൊമാത്തിം അല്ലേ. അടുത്ത് ഷാഹദ ജാസിമുൻ ബബ്ഗാ. ബബ്ഗാ പറഞ്ഞ തത്ത അഖ്ലറാണ്, എല്ലാവർക്കും അറിയാം. അല ഷജറത്തി ഡാഷ് അബിയലുൻ. ഇതിലേതാണ്? ലക്ക് എന്തായിരിക്കും? വെളുപ്പായിരിക്കും. ഖുറാബ് കറുപ്പായിരിക്കും. ഫീല് കറുപ്പായിരിക്കും. ഇവിടെ അബിയല്ല പറഞ്ഞ. അപ്പൊ ഏതാ വേണ്ടി? ലക്ക്. അടുത്ത ലൗനുൽ ഖുറാബി, കാക്കയുടെ കളറ് അഹ്മർ, അസ്ഫർ, അസ്വദ്. അതെല്ലാവർക്കും അറിയാം, അസ്വദാണ് അല്ലേ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. അതായത് ഏകവചനവും ബഹുവചനവും. ഇത് പരീക്ഷയ്ക്ക് എന്തായാലും ഉണ്ടാവും, ഷുവർ ചോദ്യമാണ്. എല്ലാ പരീക്ഷയ്ക്കും ഉണ്ട് ഏകവചനം ബഹുവചനം. ഇത് ഏതാ ചോദിക്കൊന്നും പറയാൻ പറ്റില്ല. ഇവിടുന്ന് കുറച്ച് ചോദിക്കാം, വേറെ പാഠത്തുനിന്ന് ചോദിക്കാം. പല പാഠത്തിലും നമുക്ക് ഈ എന്ത് തന്നിട്ടുണ്ട്? ജംഉം മുഫ്രദും തന്നിട്ടുണ്ട് അല്ലേ. മുഫ്രദ് പറഞ്ഞാൽ ഒരാൾക്ക് പറയുന്നത്, ജം പറഞ്ഞാൽ കുറെ ആൾക്ക് പറയുന്നത്. ത്വായിർ പറഞ്ഞ പക്ഷി, തുയൂർ പറഞ്ഞ പക്ഷികൾ. സഹർ, അസ്ഹാർ, ഷജർ, അഷ്ജാർ, സദീഖ, അസ്ദീഖാ. ലൗന്, അൽവാന്, ഫാക്കിഹത്ത്, ഫവാക്കിഹ്, മൻദർ, മനാദിർ, അജീബത്തുൻ, അജായിബു. തായിർ, തുയൂർ, സഹറുൻ, അസ്ഹാറുൻ, ഷജറുൻ, അഷ്ജാറുൻ, സദീഖുൻ, അസ്ദിഖാ. ലൗനുൻ, അൽവാനുൻ, ഫാക്കിഹത്തുൻ, ഫവാക്കിഹു, മൻദർ, മനാദിർ, അജീബത്തുൻ, അജായിബു. അപ്പോൾ ഇത് നിങ്ങളോട് അഷ്ജാർ ചോദിച്ചാൽ ഷജർ പറയാൻ കിട്ടണം, ഷജർ ചോദിച്ചാൽ അഷ്ജാർ, അങ്ങനെ തിരിച്ചും കിട്ടണം കേട്ടോ. അടുത്ത നക്തശിബിൻ അസ്മാ അൽ അൽവാൻ, കളറുകളുടെ പേരുകൾ കണ്ടെത്താനാണ്. ഇതിലെവിടെ കളറിന്റെ പേരുള്ളത്? ഇതാ അബിയൽ, അസ്വദ്. ഖുർആൻ ആയത്താണ് അല്ലേ. അഖ്ലർ. ഇപ്പൊ 3 കളറുകൾ ഇവിടെ പറയുന്നുണ്ട്. ഹയ്യാൻ അസ്മാ അസ്മാ അൽ അൽവാൻ, കളറുകളുടെ പേരുകൾ എന്ത് ചെയ്യുക? ഇവിടെ താഴേക്ക് എഴുതാനാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 6 കളറുകളുടെ മീനിങ്, 6 കളർ ഏതൊക്കെയാണ് അറബിയിൽ പറയാൻ കിട്ടണം, അതിൻ്റെ അർത്ഥം പറയാൻ കിട്ടണം. പിന്നെ ജീവികളുടെ പേര്, പൂച്ച, തത്ത, അങ്ങനെയുള്ള കുറച്ച് ജീവികളുടെ പേര് ഈ പാഠത്തിൽ പറയണം, അതും പഠിക്കുക. പിന്നെ ഈ 2 പരിഭാഷപ്പെടുത്തലും പഠിക്കുക. എന്നാൽ നിങ്ങൾ ഈ പാഠത്തിൽ എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതാൻ കിട്ടും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.